അള്ളാഹു പറയുകയാണ്, ആ മനുഷ്യൻ യുവാവായപ്പോ ആരെന്നറിയോ? ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ. എന്റെ ശബ്ദം കേൾക്കാനത്തെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ആ സമയത്ത് മൂസ നബിയായിട്ടില്ല. ഫറോവയുടെ രാജകൊട്ടാരത്തിന്റെ നടുവ് ഒരു യുവാവായി ജീവിക്കുമ്പോഴാണ്. കഥ പറഞ്ഞു നിൽക്കാൻ സമയമില്ല. ഒരാൾ റോഡിലൂടെ നടന്നു പോകുമ്പോ രണ്ടുപേര് തമ്മിൽ വടക്കുണ്ടാക്കുന്നു. ഇത് കണ്ട മൂസാ നബി അടുത്തോട്ട് ചെന്നു. നിരപരാധിയെ മർദ്ദിച്ച ആളെ കടന്നു പിടിച്ചിട്ട് ഒരു അടി കൊടുക്കുമ്പോ മൂസയുടെ അടിയേറ്റ മനുഷ്യൻ മരിച്ചുപോയി. അയാൾ ഫറോവയുടെ കുടുംബാംഗമാണ്. ആരാണ് തന്റെ കുടുംബാംഗത്തെ കൊന്നതെന്നറിയാതെ കൊന്നവനെ വധശിക്ഷയ്ക്ക് വിധിക്കുമ്പോ ആരവിടെ പിടിച്ചു കെട്ടാൻ പറയുമ്പോ അള്ളാന്റെ ഖുർആൻ പറയുകയാണ്, അള്ളാന്റെ ഖുർആനീക ദർശനം വിടത്തിക്കാട്ടിയ മായൂര പിഞ്ചത്തിന് മുന്നിൽ അള്ളാഹുവിന്റെ ഖുർആൻ നൽകുന്ന ഏറ്റവും വലിയൊരു സംഭാവന പറഞ്ഞു തരട്ടെ. ഇതല്ലാതെ നമുക്ക് തമ്മിൽ പറയാനെന്താ? ഒരു നാട്ടിൽ കൊലപാതകയായി മുദ്രയടിക്കപ്പെട്ട് ആലുപാട് സൈന്യക്കാര് മുഴുവന് പിടിക്കാനോടുമ്പോ യുവാവായ മൂസ അതാ ഈജിപ്തിൽ നിന്ന് നാട് വിടുകയാ. കയ്യിൽ ഒരു തുള്ളി പോലുമില്ല. നന്നായിട്ട് ജീവിതവുമായി ബന്ധപ്പെടുത്തുക. ഒരു തുള്ളി വെള്ളം കുടിക്കാനില്ലാതെ, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനില്ലാതെ, ജീവിതത്തിന്റെ ഒരു തുരുത്തിരി പോലും എത്തിപ്പെടാതെ യുവാവായ മൂസ ഈജിപ്തിൽ നിന്ന് ഓടുകയാണ്. എവിടേക്കാ ഓടുന്നതെന്നറിയോ? ദിശയറിയാതെ ദിക്കറിയാതെ കാട് കടന്ന് മേട് കടന്ന് ബഹുമാനപ്പെട്ട മൂസ എന്ന യുവാവ് ഓടുമ്പോ അന്ന് പ്രവാചകനായിട്ടില്ല, വെറും ഒരു യുവാവ് മാത്രമാ. ഈ ഒരു വലിയ സംരംഭത്തിന് വേണ്ടി ഉറക്കമിളക്കുന്നവരോട് സഹോദരങ്ങളെ, ഓടി ഓടി എവിടെയെന്നറിയോ? അദ്ദേഹം പേടിയോടെ ഓടുകയാണ്. അള്ളാന്റെ ഖുർആൻ പറയട്ടെ, ഓടി ഓടി മദിയൻ എന്ന് പറയുന്ന രാജ്യത്തെത്തി നിബിഡ വനത്തിലൂടെ ഓടുകയാണ്. ആളില്ല, തുണയില്ല, ഇണയില്ല, രക്ഷിക്കാൻ ആരുമില്ല, ഗതിയില്ലാതെ ഓടുകയാണ്. കൂട്ടിവായിക്ക് സഹോദരങ്ങളെ, ഗതിയില്ലാതെ നിങ്ങളും ഓടുകയാണോ? കടം കാരണത്താൽ, മാറാരോഗം കാരണത്താൽ അന്ന് മൂസ ഓടിയത് കാട്ടിലൂടെയാണെങ്കിൽ ആശുപത്രി വരാന്തകളിലൂടെ, ചികിത്സകളുടെ ഇടങ്ങളിലൂടെ 1000 പ്രയാസങ്ങളുമായി നെട്ടോട്ടം ഓടുമ്പോ സഹായിക്കാൻ ആരുമില്ല. ഉസ്താദേ, സങ്കടം പറയാൻ ഒരാളുമില്ല. ഏകനായി ജീവിതത്തിലോടുമ്പോ മൂസയുടെ ഓട്ടം കണ്ണിൽ കാണുക. മദിയൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഏറ്റവും വലിയ നിബിഡ വനത്തിലെത്തിയപ്പോ ഓടി ഓടി തളർന്നു പോയ മൂസ സുപരിചിതമായ നാടല്ല, അപരിചിതമായ നാടാണ്. ആ നാട്ടിലേക്ക് തിരിഞ്ഞു നിന്നിട്ട് മൂസ എന്ന യുവാവ് ഒരു ദുആ ചെയ്തതായി ഖുർആൻ പറയുന്നുണ്ട്. ഖാല അസാ റബ്ബി അയ്യഹ്ദിയനി അസാ റബ്ബി അയ്യഹ്ദിയനി സവാഅസ് സബീൽ. ആ മദീനയിലെത്തിയപ്പോ മൂസ പറഞ്ഞു, എന്റെ അല്ലാഹ്, എന്റെ അല്ലാഹ്, എന്റെ അല്ലാഹ് എനിക്കൊരു നേർവഴി കാണിച്ചു തരാതിരിക്കില്ല. ഇവിടെ അല്ലാഹു എനിക്കൊരു കച്ചിത്തുരുമ്പ് കാണിക്കാതിരിക്കില്ല. പൊന്നു ചെറുപ്പക്കാരെ, മൂസാക്ക് അല്ലാഹു കച്ചിത്തുരുമ്പ് കൊടുത്തു. എന്തെന്നറിയോ? മാ മദിയന സൂറത്തുൽ ഖസസ് പറയുകയാണ്, ആ നാട്ടിലെ ആളുകൾ വെള്ളം കോരി കൊടുക്കുന്ന ഒരു പഞ്ചായത്ത് കിണറിന്റെ മുമ്പിൽ മൂസ എത്തി. അവിടെ എത്തിയപ്പോ കാണുന്ന കാഴ്ച, അവിടുത്തെ ആളുകൾ അവരുടെ ആടുകൾക്ക് കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുടിപ്പിക്കുകയാ. പുരുഷന്മാര് മുഴുവനും വെള്ളം കോരുന്നു, അവരവരുടെ ആടുകൾക്ക് ദാഹം തീർക്കുന്നു. മൂസ എന്ന യുവാവ് നോക്കുമ്പോ കാണുന്ന കാഴ്ച എന്താ? ഖുർആൻ തന്നെ പറയട്ടെ, വവജദ മിൻ ദൂനിഹി മുംറഅതൈനി തദൂദാനി വവജദ മിൻ ദൂനിഹി മുംറഅതൈനി തദൂദാൻ. അതാ തിരക്ക് കൂട്ടുന്ന ആണുങ്ങളിൽ നിന്ന് ഒഴിവായി 2 പെൺകുട്ടികൾ അവരുടെ ആടുകളുമായി മാറി നിൽക്കുന്നു. അവര് വെള്ളം കോരാൻ കഴിയുന്നില്ല. ആണുങ്ങളെ തിരക്ക് കൂട്ടുകയാണ്. സഹായിക്കാൻ ആരുമില്ലാതെ 2 പെൺകുട്ടികൾ ആടുമായിട്ട് കിണറ്റിൽ നിന്ന് മാറി നിൽക്കുകയാണ്. ആ
സമയത്ത് മൂസ എന്ത് ചെയ്തെന്നറിയോ? പൊന്ന് സഹോദരങ്ങളെ, ജീവിതം അല്ലാഹു നൽകിയത് ഇതിനു വേണ്ടിയാ. ആര് സഹായിക്കാനില്ലാതെ രണ്ട് പെൺകുട്ടികൾ ആണുങ്ങളുടെ തിരക്കിൽ പെടാതെ മാറി നിന്നപ്പോ ആ സമയത്ത് മൂസ അവരോട് കടന്നു ചെന്നിട്ട് ചോദിച്ചു അത്രേ, എന്തേ നിങ്ങൾ വെള്ളം കോരാത്തതെന്താ? ആണുങ്ങൾ വെള്ളം കോരുന്നത് കണ്ടോ, എന്തേ നിങ്ങൾ വെള്ളം കോരാത്തതെന്താ? ആ സമയത്ത് ആ പെണ്ണുങ്ങൾ പറഞ്ഞത്രേ, ഖുർആൻ പറയട്ടെ, ഈ ആണുങ്ങൾ തിരക്ക് കൂട്ടുമ്പോ എങ്ങനെയാ ഞങ്ങൾ പോയിട്ട് വെള്ളം കോരുക? മൂസ ചോദിച്ചു അത്ര, എന്തേ നിങ്ങൾ ആണുങ്ങളെ പറഞ്ഞു വിടാറ്? ഈ രണ്ട് പെണ്ണുങ്ങൾ വന്നതെന്തിനാ? ആ സമയത്ത് അവര് മറുപടി പറഞ്ഞു, വാബൂനാ ശൈഖുൻ കബീർ, വാബൂനാ ശൈഖുൻ കബീർ. ഞങ്ങളുടെ പിതാവ് ഒരു വയോവൃദ്ധനാണ്, ഞങ്ങളുടെ വീട്ടിൽ വേറെ ആണുങ്ങളില്ല, ഞങ്ങളുടെ പിതാവാണെങ്കിലോ വയോവൃദ്ധനാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ തന്നെ വെള്ളം കോരാൻ വന്നിട്ട്. അള്ളാന്റെ ഖുർആന്റെ ആയത്ത് മുൻനിർത്തിയിട്ട് പറയട്ടെ, വിവാഹം ചെയ്ത് വിടാൻ ആരുമില്ലാതെ പകച്ചു നിന്നവരോട് പോയിട്ട് അവരെ ജീവിതത്തിലോട്ട് വിളിച്ചു കൊണ്ടുവന്നവർ രണ്ട് പെണ്ണുങ്ങൾ സഹായിക്കാനില്ലാതെ ഏറ്റവും വലിയ കാടിന്റെ നടുവിൽ നിന്നപ്പോ മൂസ എന്ത് ചെയ്തെന്നറിയോ? ആണുങ്ങളെ മുഴുവനും മാറ്റി, എന്നിട്ട് ഫ്രീ ആയിട്ട് വെള്ളം കോരി ആ പെണ്ണുങ്ങളുടെ ആടുകൾക്ക് വെള്ളം കൊടുത്തു. എന്നിട്ട് മൂസ പറഞ്ഞു, നിങ്ങൾ പോയി കൊള്ളുക. ആ പെണ്ണുങ്ങൾ ആദരവോടെ നോക്കി നിന്നു ഈ യുവാവിനെ. ആരും ഞങ്ങളെ സഹായിക്കാതെ വരുമ്പോ എല്ലാവരും അവനവന്റെ കാര്യം നോക്കുമ്പോ ഞങ്ങളെ സഹായിച്ച ഈ മഹാമനുഷ്യനുണ്ടല്ലോ, എല്ലാവരും അവനവന്റെ കാര്യം നോക്കുമ്പോ മറ്റൊരുത്തന്റെ ജീവന് കണ്ണീരൊപ്പാൻ വന്നവന് അള്ള നൽകുന്ന പ്രതിഫലം എന്തെന്നറിയോ? ഈ രണ്ട് പെണ്ണുങ്ങൾക്ക് ആ യുവാവിനോട് ബഹുമാനമായി അവര് നേരെ വീട്ടിൽ ചെന്നിട്ട് അവരുടെ വാപ്പയോട് കാര്യങ്ങൾ പറഞ്ഞു. ഖുർആൻ സൂറത്തുൽ ഖസസ്, രണ്ട് പെണ്ണുങ്ങൾ, ആര് സഹായിക്കാനില്ല. ഇവിടെ എത്ര പെണ്ണുങ്ങള്? 7 അല്ലേ? അവിടെ രണ്ട് പെണ്ണുങ്ങൾ, കാടിന്റെ നടുവിൽ ആര് സഹായിക്കാനില്ല. മൂസ എന്ന യുവാവ്, എന്റെ പൊന്നുമോനെ, ജീവിതം ഇങ്ങനെ ആവണം, ജീവിച്ചാൽ ഇങ്ങനെ ജീവിക്കണം, അല്ലാതെ ആർക്കും വേണ്ടാതെ ജീവിച്ചിട്ട് എന്താ കാര്യമുള്ളൂ? നമ്മുടെ ജീവിതം കൊണ്ട് ആർക്കെങ്കിലും ഗുണമുണ്ടാകണ്ടേ? ഇവര് പോയി വാപ്പയോട് പറഞ്ഞു, വാപ്പ, ഞങ്ങളിങ്ങനെ ആണുങ്ങൾ, ഈ ഖുർആന്റെ ആയത്തിൽ തന്നെ ഒത്തിരി കാര്യം പറയാനുണ്ട്, പക്ഷെ പറയാൻ ഉള്ള സമയമില്ല. പെണ്ണുങ്ങൾ കേട്ടോളി, അവിടെ നിങ്ങൾ കണ്ടോ, പഞ്ചായത്ത് കിണറാണ്. വജദാലൈഹി ഉമ്മത്തം മിനന്നാസി യസ്കൂൻ. അള്ളാഹു പറയുന്നു, വലമ്മാ വറദ മാ മദിയന, മദിയന്റെ മാ ആണ്, അപ്പൊ പഞ്ചായത്ത് കിണർ തന്നെ. അവിടെ എത്തിയപ്പോ ആണുങ്ങൾ മുഴുവനും വെള്ളം കോരുന്നു. ഇവിടെ നോക്ക്, ആണുങ്ങൾ മുഴുവനും വെള്ളം കോരുന്നു, രണ്ട് പെണ്ണുങ്ങൾ മാറി നിൽക്കുന്നു. അവർ ഈ ആണുങ്ങളുടെ ഇടയിൽ ഇടിച്ചു കയറിയ 30% ഞങ്ങൾക്ക് സംവരണം ഉണ്ടെന്ന് പറഞ്ഞ് ഇടിച്ചു കയറിയ. അവർ മാന്യതയുള്ള പെണ്ണുങ്ങൾ, അവർ കുടുംബത്തിൽ പിറന്ന പെണ്ണുങ്ങൾ, അവർ നല്ല വാപ്പാടെ മക്കൾ, അവർ മാറി നിന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? കല്യാണം കഴിഞ്ഞിട്ട് ഈ ചോറ് വിളമ്പുമ്പോഴേ, ഇവിടെ ഓഡിറ്റോറിയത്തിലാണ് കല്യാണം, ഈ കല്യാണമല്ല, സാധാരണ കല്യാണം വീട്ടില്. ആ ഭക്ഷണത്തിന് തിന്നാനുള്ള തിരക്കുണ്ടല്ലോ, ആണും പെണ്ണും ഒക്കെ ഇടിച്ചു മാറിച്ച് കയറി. ആണുങ്ങൾക്കൊരു സമയത്ത്, പെണ്ണുങ്ങൾക്കൊരു സമയത്ത് കൊടുക്കണം. ഖുർആൻ പഠിപ്പിച്ച മര്യാദയാ, ഞാൻ പറയണല്ല. അള്ള പറയുന്ന ഒരൊറ്റ ആയത്തിലൂടെ ആ പെണ്ണുങ്ങൾ മാറി നിന്നു. ആണുങ്ങൾ ഭക്ഷണം കഴിക്കണതിന്റെ ഇടയിലോട്ട് ഇടിച്ചു കയറിയിട്ട് അതിൻ്റെ ഇടയിൽ കാളിയാർ വെട്ടാ, കാളിയാർ നാശകവേ ലോറി കയറിയ തവളമാരിയാവും. ഈ പെണ്ണുങ്ങളുടെ ഇടിയുടെ ഇടയെങ്ങാനും കാളിയാർ വെട്ടുപോയാൽ ഈ ലോറി കയറിയ തവളയില്ല, അതുമാതിരിയായി പോകും. ഈ ഭക്ഷണത്തിന്റെ കാര്യം വരുമ്പോൾ കാളിയാരോടും ബഹുമാനമില്ല, ഇമാമിനോടും ബഹുമാനമില്ല, തങ്ങളാണെങ്കിലും വേണ്ടില്ല, ഏത് തങ്ങളാണെങ്കിലും വേണ്ടൂല, ആരുടെ പെങ്ങളാണെങ്കിലും വേണ്ടൂല. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഭക്ഷണം കണ്ട അങ്ങോട്ട് തീരും. ഒരു മര്യാദയുണ്ട്, അത് അല്ലാഹുവിന്റെ ഖുർആൻ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. അവര് ചെന്നിട്ട് വാപ്പയോട് പറഞ്ഞു, വാപ്പ, ഞങ്ങളുടെ രണ്ടുപേരെയും ഒരു യുവാവ് വന്ന് ഞങ്ങളെ സഹായിച്ചു, ആര് സഹായിക്കാനില്ലാത്തപ്പോ. പ്രതിഫലം കേട്ടോളീൻ. അങ്ങനെ മൂസയാണെങ്കിലോ വെള്ളം കോരി കൊടുത്ത പെണ്ണുങ്ങളൊരു താങ്ക്സ് പോലും പറയാതെ അവരങ്ങ് പോയി. മൂസ അപ്പോഴും നാട് വിട്ട് ഓടി വന്നതാ. മൂസ കാടിന്റെ നടുവിൽ ഇങ്ങനെ നിൽക്കുകയാണ്, മരത്തിൽ ചാരി. എല്ലാവരും പോയി, രണ്ട് പെണ്ണുങ്ങൾക്ക് വെള്ളം കോരി കൊടുത്തു. ആ പെണ്ണുങ്ങളാണ് വല്ലതും പറഞ്ഞ, എന്നാ വീട്ടിലോട്ട് വാ, നമുക്ക് ചായ കുടിച്ചിട്ട് പോവാന്ന് പറഞ്ഞ. ഇപ്പോഴത്തെ പെണ്ണുങ്ങളാണേ പറയും. റോഡിൽ നിൽക്കുകയാണ് ഒരു ഓട്ടോക്കാരൻ വന്നു, തന്നെ വെയിലത്ത് നിൽക്കല്ലേ എന്ന് പറഞ്ഞ് വിളിച്ച് അതിൻ്റെ അകത്ത് കയറ്റി വീട്ടിൽ കൊണ്ടുപോയി ഇറക്കി വിടുമ്പോൾ നമ്മുടെ പെണ്ണുങ്ങൾ എന്ത് പറയും? ഒന്നുകിലും താങ്ക്സ് പറയില്ല. കാസർഗോഡ് പെണ്ണുങ്ങൾ പറയില്ല.
ഒരു താങ്ക് യു പറയൂലേ? ഒന്നും അല്ലെങ്കിലും പറയും ഇറങ്ങാൻ നേരത്ത് നീ ആള് നല്ല മാന്യനാണ്, തിരക്കൊക്കെ ഒഴിഞ്ഞാൽ വിളിക്കുക 9447453660 അതെങ്കിലും കൊടുക്കും. ഇല്ലേ? ഇല്ല. തിരക്കൊക്കെ ഒഴിഞ്ഞിട്ട് വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഓട്ടോ ഒന്നും ഇല്ലാത്തപ്പം വിളിക്കാൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മൂസ അന്ന് നബി ആയിട്ടില്ല കേട്ടോ. മൂസ സഹായിച്ച പെണ്ണുങ്ങളൊന്നും പറഞ്ഞില്ല, അവർ മിണ്ടാതെ പോയി. മൂസ എന്ന യുവാവ് ഏകനായി. നമ്മൾ ജീവിതത്തിൽ ഏകരായി പോകുന്ന അവസ്ഥയുണ്ട്. സങ്കടം പറയാൻ ആരുമില്ല, പ്രയാസം പറയാൻ ആരുമില്ല, സഹായിക്കുമെന്ന് കരുതിയവർ മിണ്ടാതെ നിൽക്കും. ഈ ചരിത്രത്തെ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി മൂസ ഇങ്ങനെ കാടിന് നടുവിൽ മരത്തിൽ സുമ്മത്തവല്ലായിലി ഖുർആൻ സൂറത്തുൽ ഖസസ്, ഒരു മരത്തിൻ്റെ തണലിലേക്ക് മാറി, പടച്ചോനെ ഈ ആരുമില്ലാത്ത നാട്ടിൽ ഇനി ആരാ സഹായിക്കുക എന്ന് വിചാരിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ, ഞാൻ പറയുന്ന ഖുർആനാണ്, അങ്ങനെ ഇരിക്കുമ്പോൾ പയ്യെ ഒരു കാൽപ്പെരുമാറ്റം കേട്ടു. നോക്കിയപ്പോൾ ആരാ? മരത്തിൻ്റെ തണലിൽ മൂസ ഇരിക്കുമ്പോൾ തളർന്ന അവശനായിട്ടിരിക്കും ഒരു കാൽപ്പെരുമാറ്റം കേട്ടു. ആരാണ്? ഖുർആൻ തന്നെ പറയട്ടെ. فجاءته إحداهما تمشي على استحياء. ബഹുമാനപ്പെട്ട മൂസ നോക്കുമ്പോ ആ രണ്ട് പെണ്ണുങ്ങളിൽപ്പെട്ട ഒരു പെണ്ണ്, മൂത്ത പെണ്ണ് സാഫൂറ, ആ പെണ്ണതാ നടന്നു വരികയാണ്. തംഷി അലസ്തഹിയാ, ലജ്ജയോടെ വിവശതയോടെ ആ പെണ്ണുങ്ങളിൽ ഏറ്റവും മൂത്ത പെണ്ണ് നടന്നു വരുന്നു. മൂസയുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, മൂസ ഓ യുവാവേ, കാലത്ത് ഇന്ന അബീ യദ്ഊക ലിയജ്സിയ ഓ മൂസ, ഓ യുവാവേ, ഞങ്ങളുടെ പിതാവ് നിങ്ങളെ ഞങ്ങളുടെ വീട്ടിലോട്ട് വിളിക്കുകയാ. എന്തിനാ വിളിക്കുന്നതെന്നറിയോ? എന്തിനാ വിളിക്കുന്നതെന്നറിയോ? നിങ്ങൾ ഞങ്ങളെ സഹായിച്ചതിന്റെ പ്രതിഫലം തരാൻ, ഞങ്ങളെ സഹായിച്ചതിന്റെ പ്രതിഫലം തരാൻ ഞങ്ങളുടെ വാപ്പ നിങ്ങളെ വീട്ടിലേക്ക് വിളിക്കുകയാ. പാവപ്പെട്ട നിരാലംബരായ രണ്ട് പെണ്ണുങ്ങള് സഹായിച്ചതിന്റെ പ്രതിഫലം എന്താ? ഇത് അഹമ്മദ് കബീറിന്റെ സ്വന്തം വാക്യമല്ല, ഇത് അല്ലാഹുവിന്റെ ഖുർആൻ തലമുറകളോളം പറഞ്ഞ വാക്യമാണ്. സഹോദരങ്ങളെ ചുരുക്കി പറയാ, മൂസ നേരെ വീട്ടിലെത്തി. ആ പിതാവാരെന്നറിയോ? ബഹുമാനപ്പെട്ട ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഫലമ്മാ ജാഹു വഖസ്സ അലൈഹിൽ ഖസസ, ആ യുവാവ് നേരെ വീട്ടിൽ വന്നു. പിതാവായ ശുഐബ് നബിയെ കണ്ടു. വഖസ്സ അലൈഹിൽ ഖസസ, അദ്ദേഹത്തിനോട് എല്ലാ കഥയും പറഞ്ഞുകൊണ്ടിരുന്നപ്പോ അപ്പുറത്ത് നിന്നിട്ട് മൂത്ത പെണ്ണ് പറഞ്ഞു, ഏ പിതാവേ, കാലത്ത് ഇഹ്ദാഹുമാ യാ അബതിസ്തഅ്ജിറു ഇന്ന ഖൈറ മൻ ഇസ്തഅ്ജർതൽ ഖവിയുൽ അമീർ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, ഈ മഹരിന് വേണ്ടി എത്തിയവരോട് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, മൂസ ശുഐബ് നബിയുടെ വീട്ടിലെത്തി. ഫലമ്മാ ജാഹു വഖസ്സ അലൈഹിൽ ഖസസ, അങ്ങനെ കഥ പറഞ്ഞുകൊണ്ട് നിന്നു. ഈ പെണ്ണ് വിളിച്ചോണ്ട് പോയി. പിതാവാരാ? ഈ പെണ്ണിന്റെ പിതാവാരാ? ശുഐബ് നബി. ശുഐബ് നബിനെ അടുത്ത് വന്നിട്ട് ഖസ്സ അലൈഹിൽ ഖസസ, കഥ പറയാൻ തുടങ്ങി. ഏത് കഥ? ജനിച്ചത്, ഫറോവ കൊല്ലാൻ പോയത്, നടന്നുപോയപ്പോൾ ഒരുത്തനെ അടിച്ചത്, അവൻ ചത്തത്, വധശിക്ഷയ്ക്ക് വിധിച്ചപ്പോൾ അവിടെ നിന്ന് ഓടി പഞ്ചായത്ത് കണക്റ്റി വന്നത്. ഇതെല്ലാം കേട്ടോണ്ട് ഈ പെണ്ണ് കേട്ടോണ്ടിരിക്കുക. ഏത് പെണ്ണ്? സാഫൂറ. ഇങ്ങോട്ട് നോക്ക്. ഏത് പെണ്ണ്? സാഫൂറ. ഇത്രയും നല്ല കഥ മലയാള മനോരമ വായിച്ചാൽ കിട്ടൂല, മംഗളം വായിച്ചാൽ കിട്ടൂല. ഇത്രയും നല്ല കഥ എവിടെ കിട്ടും? എന്റെ പൊന്നു, മംഗളം വായിച്ചാൽ കിട്ടുവോ? മനോരമ വായിച്ചാൽ കിട്ടുവോ? അതൊരുമാതിരി മനുഷ്യനെ സൂയിപ്പാക്കണ കഥയല്ലേ. ലോറിക്കാരൻ നോവലിന്റെ കഥ വായിച്ചാൽ കിട്ടുവോ? 7 മണിയുടെ സീരിയൽ കണ്ടാൽ കിട്ടുവോ? അത് കഴുത്തിൽ കുരുക്കിടുമ്പോ തീരും. സീരിയൽ ഇങ്ങനെ കണ്ടോണ്ടിരിക്കും. കഴുത്തിൽ കുരുക്കിട്ടു, വലിക്കാൻ പോയി, നാളെ രാവിലെ 7:30 വേണ്ടി. നോവല് വായിച്ച അങ്ങനെയാ. മേരിക്കുട്ടി കയറെടുത്തു, അവൾ ജീവിതത്തിൽ നിരാശയിലായി. കടുത്ത കയറിൽ കുരുക്കി, ഉത്തരത്തിന്റെ മുകളിൽ കയറി, കയറിന്റെ മറുഭാഗം തടിക്കഷണത്തിൽ മുറുക്കി, മറ്റേ ഭാഗം കഴുത്തിലിട്ടു. അവൾ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. അവളുടെ മുമ്പിൽ തൻ്റെ മക്കളുടെ പിഞ്ചുമക്കളുടെ മുഖം, പുഞ്ചിരിക്കുന്ന പൂമുഖം ഉയർന്നു വന്നു. അവൾ മന്ത്രിച്ചു, ഇല്ല, ഞാൻ പിന്മാറില്ല, ജീവിതം ഒടുങ്ങട്ടെ. അവൾ വലത്തേക്കാലു പൊന്തിച്ചു, തുടരും. തീർന്നു.
എന്റെ പൊന്നു പെങ്ങളെ, ഇത് കേട്ടിട്ട് എന്ത് കാര്യം? പിന്നെ ഇത് വായിച്ച നമ്മുടെ പെണ്ണുങ്ങൾക്ക് ഉറക്കമില്ല. രാത്രി ഭർത്താവ് ജോലിയും കഴിഞ്ഞ് വരുമ്പോൾ അങ്ങോട്ട് തിരിയുന്നു ഇങ്ങോട്ട് തിരിയുന്നു, ഉറക്കമില്ല. എന്തടേ ഉറക്കമില്ലേ? എന്ത് പറ്റി? ഓ, മേരിക്കുട്ടി വഫാത്തായില്ല എന്ന് അറിഞ്ഞൂടാ. ടെൻഷൻ. എന്താ നീ ഉറങ്ങാത്തത്? എന്തോ ഒരു പ്രയാസം. പാവപ്പെട്ട ഭർത്താവ് രാവിലെ വന്ന് തങ്ങളുടെ അടുത്ത് പോയിട്ട് തങ്ങളെ രാത്രി ഉറക്കമില്ല ഭാര്യയ്ക്ക് ഒരു നൂല് മന്ത്രിച്ചു തരാൻ. അവളുടെ രോഗം ഉറക്കം വരണമെങ്കിൽ അടുത്ത വ്യാഴാഴ്ച രാവിലെ വീണ്ടും ഭർത്താവിന്റെ പോക്കറ്റിൽ നിന്ന് 10 രൂപ മോട്ടിച്ചോണ്ട് പോയി വീണ്ടും മനോരമ മേടിക്കണം. മേടിച്ച് ആദ്യം തുറന്നു നോക്കും. അപ്പൊ എഴുതിയിരിക്കുന്നു അവൾ തീരുമാനിച്ചു വേണ്ട, അവൾ താഴെ ഇറങ്ങി. വിഷയം തീർന്നു. ഖുർആൻ പറയുന്നത് കേൾക്ക്. ഖുർആൻ പറയുന്നത് എത്ര സുന്ദരമാ ഖുർആന്റെ വിവരണം. അള്ളാഹു ഖുർആൻ പഠിക്കാൻ തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു ഖുർആൻ പഠിക്കാൻ തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു ഖുർആൻ പഠിക്കാൻ തൗഫീക്ക് നൽകട്ടെ. ഇങ്ങനെ ഖുർആൻ പഠിക്കുന്ന സഹോദരങ്ങളെ, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം അതാ. അഹമ്മദ് കബീറിനോട് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ സൗഭാഗ്യം ഏതാന്ന് ചോദിച്ചാൽ അഹമ്മദ് കബീർ മറുപടി പറയും, അവൻ്റെ കലാമ് മനപ്പാടമാക്കാൻ കഴിഞ്ഞതാ. അല്ലെ ഇങ്ങനെ ഓതാൻ കഴിയൂ? അള്ളാഹുവിൻ്റെ ഖുർആൻ മനപ്പാടമാക്കാൻ കഴിഞ്ഞതാ. അള്ളാഹു അനുഗ്രഹം നിലനിർത്തി തരട്ടെ. എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. ഒരു കാര്യം എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും, ഞാൻ എവിടെയൊക്കെ വാത് പറഞ്ഞിട്ടുണ്ടോ ആ സ്ഥലത്ത് ഒരു ഹാഫിളീങ്ങളെങ്കിലും ഉണ്ടായിട്ടുണ്ട്. ഇന്ന് എൻ്റെ റൂമിൽ 5-6 കുട്ടികളുമായിട്ട് പാറേപ്പള്ളിയിൽ നിന്ന് വന്നു. അവരെല്ലാം ഹാഫിളീങ്ങളാക്കണം. അള്ളാഹു ഹാഫിളീങ്ങളാക്കി കൊടുക്കട്ടെ. ധാരാളം സഹോദരിമാർ സ്വർണം തന്നിട്ടുണ്ട് ഹാഫിളീങ്ങളാക്കാൻ മക്കളെ. എനിക്കത് മതി സഹോദരങ്ങളെ, എൻ്റെ സമ്പത്ത്. വേറെ ഒന്നുമില്ല. 92 കിലോ ഉണ്ടായിരുന്ന ഞാൻ ഇന്ന് 82 കിലോ ആയി. വേറെ ഒന്നും സമ്പാദിച്ചിട്ടില്ല. ഈ മതപ്രസംഗം പറഞ്ഞിട്ടാണ്, ഈ വയത് പറഞ്ഞിട്ടാണ്. നിരന്തരം ഈ വാത് എൻ്റെ ജീവിതത്തിലൊറ്റ സമ്പാദ്യമേ ഉള്ളൂ. അള്ളാഹു എനിക്ക് നൽകിയ ഏറ്റവും വലിയ സൗഭാഗ്യം അവൻ്റെ ഖുർആൻ മനപ്പാടമാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതെൻ്റെ ഉമ്മ എനിക്ക് നൽകിയ സമ്മാനമാണ്. അള്ളാഹുർക്ക് ആരോഗ്യം കൊടുക്കട്ടെ, ആഫിയത്ത് നൽകട്ടെ. ജീവിതത്തിൻ്റെ പ്രയാസത്തിൻ്റെയും ദുരിതത്തിൻ്റെയും നടുവിലൂടെ നടക്കുമ്പോൾ എൻ്റെ മകൻ ഹാഫിളാകണമെന്ന് ആഗ്രഹിച്ച് എന്നെ ഈ വഴിയിലേക്ക് കൊണ്ടുപോയത് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയാണ്. എൻ്റെ പൊന്നു സഹോദരിമാരെ, സഹോദരങ്ങളെ, നാളെ മരിച്ചിട്ട് പോയാൽ നമ്മളെക്കുറിച്ച് പറയാൻ ഇങ്ങനെ ഒരു മകനെ നമ്മൾ ഉണ്ടാക്കണം. മരിച്ചു മണ്ണിൻ്റെ അടിയിൽ കിടന്നാലും ഇങ്ങനെ ഒരു മകൻ നമുക്കുണ്ടാവണം, മരിച്ച നമ്മളെക്കുറിച്ച് പറയാൻ. എനിക്ക് 2 ആൺകുട്ടികളാണ്. അള്ളാഹു ഒരു ഹാഫിളീങ്ങളും ആലിമീങ്ങളും ആക്കി തരട്ടെ. എനിക്കെൻ്റെ ഒരൊറ്റ ആഗ്രഹമുള്ള എൻ്റെ മക്കൾ ഹാഫിളീങ്ങളാവണം, എൻ്റെ പൊന്നുമക്കൾ ആലിമീങ്ങളാവണം. നാളെ ഉപ്പ മരിച്ചു കിടന്ന ഇതെൻ്റെ വാപ്പയാണെന്ന് പറഞ്ഞ് കൈകെട്ടി നിസ്കരിക്കാൻ എനിക്കൊരു മക്കൾ ഉണ്ടാവണം. അള്ളാഹു മക്കളെ അങ്ങനെ ആക്കി തരട്ടെ. ഖുർആൻ പഠിക്കുക സഹോദരങ്ങൾ, ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു നന്മയാണ്. മൂസ എന്ന യുവാവിനെ വിളിച്ചുകൊണ്ട് വന്ന ഈ സ്ത്രീ മോൾ വാപ്പയോട് കഥ പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ പെണ്ണിൻ്റെ ക്ഷമ നശിച്ചു. വാപ്പയെ വിളിച്ചുകൊണ്ട് വന്ന എന്താ? സഹായിച്ചതിൻ്റെ പ്രതിഫലം കൊടുക്കാനാണ്. പ്രതിഫലം കൊടുക്കും വാപ്പ, വെറുതെ കഥ പറഞ്ഞുകൊണ്ടിരിക്കാതെ. അല്ലാഹുവിൻ്റെ ഖുർആൻ പറയുകയാണ്, ഖാലത്ത് ഇഹ്ദാഹുമാ യാ ബത്തിസ്തജ്റുഹു ഇന്ന ഖൈറ മൻ ഇസ്തജ്റതൽ ഖവിയ്യുൽ അമീൻ. ഏ പിതാവേ, ഏ പിതാവേ, ഏ പിതാവേ, വെറുതെ കഥ പറഞ്ഞുകൊണ്ടിരിക്കാതെ ആ യുവാവ് ഞങ്ങളെ സഹായിച്ചതിന്റെ പ്രതിഫലം കൊടുക്കാനല്ലേ വിളിച്ചത്. യാ ബത്തിസ്തജ്റുഹു, പിതാവേ അയാളുടെ പ്രതിഫലം കൊടുക്കുക. പിതാവെ ആ ചെറുപ്പക്കാരന്റെ പ്രതിഫലം കൊടുക്കുക. സഹോദരങ്ങളെ, സഹോദരിമാരെ, ആ പ്രതിഫലം കൊടുത്തത് എന്തെന്നറിയോ?